സംസ്ഥാനത്ത് 21 ക്വാറികൾക്ക് കൂടി അനുമതി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. സംസ്ഥാന വന്യജീവി ബോർഡ് യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. വിവിധ വന്യജീവി സങ്കേതങ്ങളുടെയും നിർദ്ദിഷ്ട എക്കോ സെൻസിറ്റീവ് സോണുകളുടെയും 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ക്വാറികൾ അനുവദിക്കുന്നത്. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഏതൊക്കെ മേഖലകളിലാണ് ഈ ക്വാറികൾ പുതുതായി അനുവദിച്ചിരിക്കുന്നത്? അത് എത്രത്തോളം വലിയ ക്വാറികളാണ്? അതിന്റെ സ്വഭാവം എന്താണ്? അത് ഏതൊക്കെ തലത്തിലായിരിക്കും പ്രതിഫലിക്കാൻ പോകുന്നത്? വിജയകുമാർ, വന്യജീവി സങ്കേതങ്ങളുടെയും അതോടൊപ്പം തന്നെ ഇക്കോ സെൻസിറ്റീവ് സോണുകളുടെയും 10 കിലോമീറ്റർ പരിധിക്കുള്ളിൽ പുതിയ ക്വാറികൾ ആരംഭിക്കണമെങ്കിൽ വനം വകുപ്പിന്റെ അനുമതി വേണം. ഇത്തരം അനുമതി സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചർച്ചയ്ക്ക് വെച്ച ശേഷമാണ് തീരുമാനമെടുക്കുന്നത്. മുഖ്യമന്ത്രി അധ്യക്ഷനായ വന്യജീവി ബോർഡിന്റെ യോഗം ഇന്ന് ചേർന്നു. ഈ യോഗത്തിലാണ് സംസ്ഥാനത്തെ 21 പുതിയ ക്വാറികൾ കൂടി അനുമതി നൽകുന്നത്. ഇതിൽ കൂടുതൽ ക്വാറികൾ അനുവദിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാടും എറണാകുളത്തും 4 വീതം ക്വാറികൾ അനുവദിക്കാനാണ് ഇപ്പോൾ തീരുമാനം. ഇതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ക്വാറികൾ ഉണ്ട്. മറ്റ് ജില്ലകളിലും ചെറിയ തോതിൽ ക്വാറികൾ അനുവദിക്കാനുള്ള നിർദ്ദേശമുണ്ട്. ആകെ 21 ക്വാറികളുടെ അനുമതിക്കുള്ള അപേക്ഷയാണ് ഈ വന്യജീവി ബോർഡിന്റെ. ശരി ശ്രീജിത്ത്,